ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ ഈശോ മിശിഹായുടെ പീഡാസഹന മരണ ഉത്ഥാനങ്ങളുടെ ഓർമ്മയാചരിക്കുന്ന വിശുദ്ധ വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അതിൻ്റെ ആദ്യ പടിയായ ഓശാന തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ ഈ പുണ്യപ്പെട്ട തിരുനാളിൻ്റെ പ്രാർത്ഥനകളും മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടെ എല്ലാവർക്കും നേരുകയാണ്. ഈ ഓശാന തിരുനാൾ നമുക്ക് ഏവർക്കും കാലദേശ ഭേദമന്യേ വളരെ ഹൃദയത്തിൽ ആനന്ദം തരുന്ന ഒരു നിമിഷമാണ്. കയ്യിൽ കുരുത്തോലകളുമായി അല്ലെങ്കിൽ ഒലിവ് ചില്ലകളുമായി പ്രദക്ഷിണമായി ദൈവത്തിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രദക്ഷിണങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പച്ചകടാതെ നിൽപ്പുണ്ട്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിത്തറയായ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ പുണ്യപ്പെട്ട നാളുകളിൽ ദൈവം നമ്മളെ പ്രത്യേകമായി ഇന്ന് ഓർമ്മപ്പെടുത്തുന്ന സത്യം, നഷ്ടപ്പെട്ടു പോയ എല്ലാ ദൈവമഹത്വവും വീണ്ടെടുക്കുക എന്നുള്ള ഒരു ചിന്തയാണ്. നഷ്ടപ്പെട്ടു പോയ ദൈവ ചൈതന്യം, രക്ഷയുടെ ബോധ്യങ്ങൾ വീണ്ടെടുക്കുവാനുള്ള ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു വിളിയുടെ അവസരമാണ് ഈ വലിയ ആഴ്ച, വിശുദ്ധ വാരം എന്ന് പറയുന്നത്. സംഖ്യയുടെ പുസ്തകം 9-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: സിയോൻ പുത്രി, ആനന്ദിച്ച് ആർപ്പ് വിളിക്കുക, നിന്റെ രാജാവ് കഴുതപ്പുറത്തേറി രക്ഷയും നീതിയുമായി കടന്നു വരും എന്ന് സംഖ്യയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു. രക്ഷയും നീതിയുമായി കടന്നു വരുന്ന കർത്താവിനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന വ്യക്തിപരമായ ബോധ്യത്തിൻ്റെ ഒരു നിമിഷമാണ് ഈ ഓശാന ഞായർ. എസെക്കിയേലിന്റെ പ്രവചനത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്: ജനത്തിന്റെ മ്ലേച്ഛതയും പാപവും നിമിത്തം ദൈവത്തിന്റെ മഹത്വം ദേവാലയത്തിൽ നിന്ന് കുടിയിറങ്ങി പോകുന്നതിനെ അവിടെ നാം കാണുന്നു. ദേവാലയത്തിൽ നിന്ന് മാത്രമല്ല, ദേശത്തു നിന്നും ദൈവത്തിന്റെ മഹത്വം അപ്രത്യക്ഷമാവുകയാണ്. ഈ ദൈവത്തിന്റെ മഹത്വം തിരിച്ചു വരുന്നതിനെ കുറിച്ചും 43-ാമത്തെ അധ്യായത്തിൽ 1-2 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. പാപം നിമിത്തം നഷ്ടപ്പെട്ടു പോയ ദൈവമഹത്വം തിരിച്ച് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ച് എസെക്കിയേൽ പ്രവാചകൻ പറയുന്നുണ്ട്. ജെറുസലേമിന്റെ കിഴക്ക് വശത്തുള്ള ബെത്ഫഗായിൽ നിന്നും ഈശോ ജെറുസലേമിലേക്ക് കടന്നു വരികയാണ്. നഷ്ടപ്പെട്ടു പോയ പാപത്തിന്റെ അടിമത്തം നിമിത്തം നഷ്ടപ്പെട്ടു പോയ രക്ഷ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ മഹത്വം ജെറുസലേമിന് വീണ്ടും നൽകുവാൻ വേണ്ടി ഈശോ കടന്നു വരികയാണ്. സമാനമായ ഒരു സംഭവം കൂടെ പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്. ഗ്രീക്ക് രാജാവായ അന്ത്യോക്കസ് എപ്പിഫാനസ് ജെറുസലേം ദേവാലയം പിടിച്ചെടുത്ത് യഹൂദരെ മുഴുവൻ മുച്ചൂടും തകർക്കുവാൻ വേണ്ടി ജെറുസലേം ദേവാലയത്തിൽ കൊണ്ടുപോയി സെയൂസ് ദേവന്റെ പ്രതിമ സ്ഥാപിക്കുകയും പന്നിയെ ബലിയർപ്പിക്കുകയും ചെയ്ത മ്ലേച്ഛകരമായ സംഭവങ്ങളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ഒരു ജനത്തിന്റെ മുഴുവൻ ഹൃദയ ആത്മബോധ്യങ്ങളെ തകർക്കുന്ന ആ ഒരു നടപടിയുടെ മുൻപിൽ യഹൂദജനം സങ്കടത്തോടെ ആ നാട് വിട്ടു പോകുന്നതിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഒരു യുവാവ്, യൂദാസ് മക്കബിയൂസ്, ഇതിനെതിരെ പ്രതികരിക്കുവാൻ വേണ്ടി ജനക്കൂട്ടത്തെ, യുവജനങ്ങളെ ഒരുമിച്ച് കൂട്ടി അന്ത്യോക്കസ് എപ്പിഫാനസിനെതിരായി പട നയിക്കുന്നുണ്ട്. പട നയിച്ച് വിജയശ്രീലാളിതനായി ജെറുസലേം ദേവാലയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ജനക്കൂട്ടം ഒന്നടങ്കം വിളിച്ചു പറയുന്നത് ഹോസാന എന്നുള്ള ആ വാക്യത്തോടു കൂടെയാണ്. ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അവർ വിളിച്ചു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ മഹത്വം വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈശോ തന്നെ തന്നെ ലോകത്തിന് മിശിഹായാണെന്ന് വെളിപ്പെടുത്തി ഓശാന ഞായറില് ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു വരുന്നത്. അതുവരെ ഈശോയുടെ പരസ്യ ജീവിതത്തിൽ ഒരിക്കലും താൻ ദൈവപുത്രനാണെന്നോ മിശിഹായാണെന്നോ രക്ഷകനാണെന്നോ ഒന്നും ഈശോ വെളിപ്പെടുത്തുന്നില്ല. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മളത് വളരെ വ്യക്തമായിട്ട് പലയിടങ്ങളിൽ കാണുന്നുണ്ട്. താൻ ആരാണെന്ന് ആരോടും പറയരുതെന്ന് അവൻ അവരെ ചട്ടം കെട്ടി, അല്ലെങ്കിൽ അവൻ അവരിൽ നിന്ന് പെട്ടെന്ന് കടന്നുപോയി, തന്നെ രാജാവാക്കാൻ ശ്രമിക്കുന്നതിൽ നിന്ന് ഓടി ഒളിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് നാം കാണുന്നത്. പക്ഷേ ഇവിടെ ഈശോ തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്, താൻ മിശിഹായാണ്, നഷ്ടപ്പെട്ടു പോയ ഒരു ദൈവത്തിന്റെ മഹത്വം വീണ്ടെടുക്കാൻ വന്നവനാണ്.
അതുകൊണ്ട് അവൻ പരസ്യമായിട്ടുള്ള ഒരു പ്രഖ്യാപനം കൂടെയാണ് ദേവാലയത്തിലേക്കുള്ള ഈ രാജകീയ പ്രവേശനത്തിൽ നാം കാണുന്നത്. എനിക്ക് തോന്നുന്നു ഒരു നിമിഷം നമ്മുടെ ചിന്തകളെ നമ്മൾ ഇവിടെ ഒന്ന് നിർത്തുകയാണ്. ദൈവത്തിന്റെ മഹത്വം നഷ്ടപ്പെട്ട ഒരു ജനതയാണോ നാം? ദൈവത്തിന്റെ രക്ഷ അനുഭവിക്കുവാൻ പറ്റാത്ത വിധം ഹൃദയം കഠിനീഭവിച്ച വ്യക്തികളായിട്ട് നാം മാറിയിട്ടുണ്ടോ? ദൈവത്തിന്റെ മഹത്വം നഷ്ടപ്പെട്ട വ്യക്തികളും സമൂഹങ്ങളും സഭയുമൊക്കെ നമ്മളായിത്തീർന്നിട്ടുണ്ടെങ്കിൽ അതൊരു തിരിച്ചെടുപ്പിന്റെ, ഒരു വീണ്ടെടുപ്പിന്റെ അവസരമാക്കി നമുക്കിതിനെ മാറ്റാനായിട്ട് പറ്റുമോ? ദൈവത്തിന്റെ രക്ഷയുടെ സന്തോഷം നമുക്ക് അനുഭവിക്കുവാനായിട്ട് പറ്റുമോ? ഈശോ ജെറുസലേമിലേക്ക് പ്രവേശിച്ചപ്പോൾ ജനക്കൂട്ടം ഒന്നടങ്കം സന്തോഷത്തോടെ ആർത്തു വിളിച്ചു, ഹല്ലേലൂയ, ദൈവപുത്രന് മഹത്വം എന്ന് ഓശാന ഗീതങ്ങളോടുകൂടെയാണ് അവര് ആർത്തു വിളിച്ചത്. ഒരു ജനത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത് ദൈവം രക്ഷകനായിട്ട് തങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള വലിയ ബോധ്യമാണ്. ദൈവം തങ്ങളുടെ രക്ഷകനാണെന്നുള്ള ബോധ്യമുള്ള ഓരോ വ്യക്തിക്കും ഹൃദയത്തിൽ അനുഭവിക്കുന്ന ആനന്ദമാണ് യഥാർത്ഥത്തിൽ ആനന്ദം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഈ ദൈവീകമായ ആനന്ദം നമുക്കുണ്ട്. പാപത്തിന്റെ, മ്ലേച്ഛതയുടെ, അസഹിഷ്ണുതയുടെ, വെറുപ്പിന്റെ ഈ പ്രകാരമുള്ള മേഖലകൾ നമ്മളെ മൂടുമ്പോൾ നമ്മളിൽ നിന്നും ദൈവമഹത്വം പതുക്കെ കുടിയിറങ്ങിപ്പോവുകയും ആ സ്ഥാനത്ത് സാത്താൻ അവരോധിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഇത് ഒരു വീണ്ടെടുപ്പിന്റെ, ഒരു കണ്ടെത്തലിന്റെ, രക്ഷയുടെ പുതിയ അനുഭവമായിട്ട് ഈ ഓശാന ഞായറാഴ്ച മാറേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒന്നുകൂടെ ഈശോയുടെ വചനങ്ങള്, ഇന്നത്തെ സുവിശേഷ വചനങ്ങള് നമ്മൾ ശ്രവിക്കുമ്പോൾ ഈശോ കൃത്യമായിട്ടും വ്യക്തമായ ബോധ്യത്തോടുകൂടെയാണ് ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നത്. താൻ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത്? തന്നെക്കുറിച്ചുള്ള ദൈവപിതാവിന്റെ പദ്ധതി എന്താണ്? പാപത്താല് മരിച്ചുപോയ ഒരു ജനത്തെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് തൻ്റെ ജനനത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പരസ്യജീവിതത്തിൻ്റെയും ഒക്കെ കൃത്യമായ ലക്ഷ്യമെന്ന് അറിയാവുന്ന ഈശോ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നത് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടെയാണ്. യഹൂദരുടെ ഉപജാപങ്ങളോട് ഇരയായിരുന്നില്ല ഈശോ. ദൈവപുത്രന്റെ വരവിന്റെ ലക്ഷ്യം എന്താണെന്ന് ജനനത്തിൽ തന്നെ അത് വ്യക്തമായിരുന്നു. മരണത്തിന്റെ നിഴൽ വീണ ജനനം. പരസ്യജീവിതത്തിൽ പോലും 3 പ്രാവശ്യം തൻ്റെ പീഡാസഹനത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച് ഈശോ വ്യക്തമായിട്ട് പ്രവചിച്ചിട്ടുണ്ട്. അവിടെയാണ് ഈശോ തൻ്റെ വ്യക്തമായ ലക്ഷ്യത്തോടുകൂടെ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നത്. ഒരു വീണ്ടെടുപ്പിന് വേണ്ടി, തന്നെ സ്വയം ബലിയായിട്ട് സമർപ്പിക്കുന്ന ഒരു വീണ്ടെടുപ്പിന് വേണ്ടി. പെസഹ ദിനത്തിൽ യഹൂദജനം മുഴുവൻ പെസഹ കുഞ്ഞാടുകളുമായി ദേവാലയത്തിൽ ദൈവം തങ്ങളെ രക്ഷിച്ചതിന്റെ ഓർമ്മ, നന്ദി ആചരിക്കുവാൻ വേണ്ടി പ്രവേശിക്കുമ്പോൾ, പെസഹ കുഞ്ഞാടിന് ബലിയർപ്പിച്ച് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുമ്പോൾ ഈശോ തന്നെ ബലിയായി സമർപ്പിക്കുവാൻ, തന്നെ സ്വയം ബലിവസ്തുവായി പെസഹ കുഞ്ഞാടായി ഈ ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെ ഈശോ ഈ കടന്നു വരവിന് മുൻപായിട്ട് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ പോയി കഴുതയെയും കഴുതക്കുട്ടിയെയും അഴിച്ചുകൊണ്ടുവരിക. ആരെങ്കിലും ചോദിച്ചാൽ പറയുക, കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ട്. ആ ഒരു തിരുവചനത്തിൽ മാത്രം നമ്മുടെ ഹൃദയത്തെ ഒന്നുകൂടെ നമുക്ക് ഉറപ്പിച്ചു നിർത്താം. ദൈവത്തിന് നമ്മെക്കൊണ്ട് ആവശ്യമുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള ചാക്രിക ലേഖനങ്ങളിലും കത്തുകളിലും, പ്രത്യേകിച്ച് സുവിശേഷത്തിന്റെ ആനന്ദം തുടങ്ങിയ കത്തുകളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്യം ഇപ്രകാരമാണ്: നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതികൾ എന്താണെന്ന് നീ തിരിച്ചറിയുന്നതാണ് യഥാർത്ഥത്തിൽ നിന്റെ വിശുദ്ധി എന്ന് പറയുന്നത്. ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിവാണ് വിശുദ്ധിയുടെ അടിസ്ഥാനം. അതാണ് മഹത്വത്തിന്റെ വീണ്ടെടുക്കൽ. രക്ഷയുടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ആ ഒരു തിരിച്ചറിവാണ്. പ്രിയപ്പെട്ടവരെ, ഈ കഴുതക്കുട്ടിയെ പോലെ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികളെ തിരിച്ചറിയുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ വിശുദ്ധിയുടെ അടിസ്ഥാനമെന്ന് ചിന്തിക്കുവാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അവിടെയാണ് നമ്മുടെയൊക്കെ സാധാ ജീവിതത്തിന്റെ കഷ്ടതകളിലും ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും നമ്മുടെയൊക്കെ പാപത്തിലേക്കുള്ള വീഴ്ചകളിലുമൊക്കെ ദൈവത്തിന്റെ പദ്ധതിയുടെ സഹനങ്ങളുടെ മുൻപിൽ പോലും ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായി ജീവിതത്തെ കാണുവാൻ, വീണ്ടും
നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു പിടിക്കുവാനുള്ള കൃപ ഈശോ നമുക്ക് തരുന്നത്. ഈ ഓശാന ഞായർ ഇപ്രകാരമുള്ള ഒരു വീണ്ടെടുക്കലിന്റെ ദിവസമായി മാറട്ടെ. അതൊരു വ്യക്തിപരമായിട്ടുള്ള പാപത്തിൽ നിന്നുള്ള മോചനം മാത്രമല്ല, ഒരു സഭ എന്ന് പറയുന്ന ഒരു സമുദായത്തിന്റെ കൂട്ടായ്മയിൽ പോലും ഇപ്രകാരം ദൈവത്തിന്റെ മഹത്വം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ മഹത്വം സഭയിൽ നിന്ന്, നമ്മുടെ സമുദായ കൂട്ടായ്മയിൽ നിന്ന് പടിയിറങ്ങി പോയിട്ടുണ്ടെങ്കിൽ, അതിനെ വീണ്ടെടുക്കുവാനായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമങ്ങളും ഒപ്പം തന്നെ വിട്ടുവീഴ്ചകളും വ്യക്തിപരമായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ പറ്റുമ്പോൾ അവന് വേണ്ടി പരിഹാരത്തോടുകൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റുമ്പോൾ ഇവിടെയാണ് വീണ്ടെടുപ്പുകളൊക്കെ എപ്പോഴും സാധ്യമാകുന്നത്. ഈശോ പെസഹ കുഞ്ഞാടായി തന്നെ തന്നെ ബലിയായിട്ട് പിതാവിന് സമർപ്പിച്ചതുപോലെ സഭയ്ക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുവാൻ, തന്നെ തന്നെ ബലിവസ്തുവായിട്ട് പരിഹാരമായിട്ട് സമർപ്പിക്കുവാനുള്ള ഒരു കൃപ നമുക്കുണ്ടാകട്ടെ. ദൈവത്തിന്റെ എല്ലാ കൃപകളും ഈ പുണ്യപ്പെട്ട വിശുദ്ധ വാരത്തിൽ നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.